അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സൗദയുടെ ഉമ്മയും സൗദിയും സത്താറിൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയ വിവരം അത് ഷമ്മാസ് പരമാവധി മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. അതെ, അത് പറഞ്ഞിട്ടെന്ത്, ഒരു കുടുംബ ബന്ധം അതില്ലാതായി തീരും. എന്താണ് പ്ലാനിങ് എനിക്കറിയുന്നില്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ നവാസ് അങ്ങോട്ട് കയറി വരുന്നു, പുത്തൻ വീട് തറവാട്ടിലേക്ക്. ഉമ്മ, ഉമ്മ. ആ, എന്താടാ ഉമ്മ? ഉമ്മ, മതി, എല്ലാം മതിയായി. എന്താടാ ഈ പറയണത്? ഇനി ഒന്നും പറയണ്ട. സൗദിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കണം, അല്ലാതെ നടക്കൂല. എന്താ ഇത്, മനുഷ്യൻ എങ്ങനെ ഇട്ട് ഇടങ്ങാറാക്കാം ഒരു ടീം? എൻ്റെ പൊന്നാര കുട്ടിയെ, ഈ എന്തീ പറയണത്? ഉമ്മ, അതൊക്കെ ഉണ്ട്, എനിക്ക് ഇനി നടക്കൂല. അല്ലെങ്കിലേ കുറച്ച് അഹങ്കാരവും വാശിയും കൂടുതലാണ്. ഹോ, ഇനിയിപ്പോൾ പറയേണ്ടി വേണ്ട. മറ്റുള്ളവരുടെ കൂടെ കറങ്ങി തിരിഞ്ഞ് വീട്ടിലേക്ക് എത്തുക നടക്കൂലമ്മ. എൻ്റെ പൊന്നാര നവാസ്, എന്താണെന്ന് വെച്ചൊന്ന് തുറന്ന് പറഞ്ഞാജേ. ഹോ, ഏതായാലും മാ, ഒരിക്കലും സൗദയായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയൂല. എന്നാൽ ഷമ്മാസ് അപ്പോഴേക്കും അങ്ങോട്ടെത്തി. അത് ഷമ്മാസിനെല്ലാം അറിയാമായിരുന്നു. പക്ഷെ ഷമ്മാസ് ഒരക്ഷരം മിണ്ടിയില്ല. അവൻ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു. എന്താ എൻ്റെ ഷാമോനെ, എന്താണ് ഇവന് പറയണത്? എന്താ നവാസ് പറയണത്? ഉമ്മ, അത് എന്തെങ്ങൾക്ക് എന്നെ മറച്ചു വെക്കണം എന്നൊരു പറഞ്ഞൂടെ നിങ്ങൾക്കിത്? എൻ്റെ റബ്ബേ, തലേന്ന് ഓരോന്നിൻ്റെ ഒയ്യുമ്പോൾ ഓരോന്നും ഇങ്ങോട്ട് കയറി വരികയാണ്. എപ്പോഴും തന്നെ ഒന്നും ഇങ്ങോട്ട് റെഡിയായി വരുമ്പോൾ മറ്റേതും ഇങ്ങോട്ട് ഇതാവും. എന്തോ ഒരു കഷ്ടമാണിത്. എൻ്റെ റബ്ബേ, ഇതിനേക്കാളും നല്ലതാണ് മരിച്ചു പോവുന്നതായിരുന്നു. ദയനീയമായി ഉമ്മയുടെ മുഖത്തേക്ക് ഷമ്മാസ് നോക്കി. ഷാമോനെ, നിനക്കെല്ലാം അറിയാം, നീ എന്നെ എന്തൊക്കെ മറച്ചു വെക്കണല്ലോ അല്ലേ? ഇക്ക, ഞാൻ അറിയാം അല്ലേ, എനിക്കെല്ലാം അറിയാം. നിനക്കറിയാം. നീ അത് എന്തിനാണ്, നിങ്ങൾക്ക് കൂടി എന്തിനാ എൻ്റെ തലയിൽ വീണ്ടും കെട്ടിവെക്കാൻ നോക്കണത്? ആവില്ല, കഴിയില്ല, മതി. ഒരുപാട് നോക്കി, ഒരുപാട് കൊടുത്തുക്കണ്, ഇനി മതി. നവാസിൻ്റെ വാക്കുകൾ കേട്ട് ശരിക്കും ഐഷ്യം വന്ന് ഞെട്ടി. എൻ്റെ റബ്ബുൽ ആലമീനായ തമ്പുരാനെ, എന്തൊക്കെ ഞാൻ ഈ കേൾക്കണത്? ഉമ്മ, ദയവായി ഇനി എൻ്റെ തലയിൽ അത് കെട്ടിവെക്കരുത്. മഹാമോശമാണ്. ഓലെ കുടുംബം തന്നെ. മോനെ, കുടുംബം മോശമെന്ന് വിചാരിച്ചിട്ട് ഓള്. ഉമ്മ, വേണ്ടുമ്മ. എന്തിനാണ് കണ്ടവരെന്നോട് വിളിച്ച് പറയണം? ഞാനെന്തതൊക്കെ ചെയ്യുക? ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി ഒതുക്കുക? ഉമ്മ, ഞാനൊരു മനുഷ്യനല്ലേ? എനിക്കും ഉണ്ടാവില്ലേ മാനനഷ്ടം? ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം എന്താണ് നിങ്ങൾക്കറിയോ? ശരിയാണ്, കല്യാണം കഴിച്ചു. ആ, അന്നത്തെ അവസ്ഥ അതായിരുന്നു. എൻ്റെ മക്കളെ ആലോചിച്ചിട്ട് സിറ്റുവേഷനും കാര്യങ്ങളും അങ്ങനെ ആയതുകൊണ്ട്. പക്ഷേ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഉമ്മ, മനുഷ്യന്മാർ ഇത്രമാത്രം അഹങ്കാരികളാകാൻ പാടില്ല. അത്രക്ക് വാശിയാണ് അവർക്ക്. എടാ, നീ ഇതുവരെയായിട്ട് അങ്ങോട്ടൊന്ന് വിളിച്ചിട്ടുണ്ടോ? ഉമ്മ, എന്തിനാ ഉമ്മ, ഞാൻ പറഞ്ഞത് കേൾക്കാതെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പിന്നാലെ ചെല്ലണമെന്നാണോ? നിങ്ങൾ ചെന്നല്ലോ, നിങ്ങൾ ചെന്നിട്ട് എന്തായി? ശരിക്കും നവാസിൻ്റെ ശബ്ദം കൂടി വരുന്നത് ഷമ്മ ശ്രദ്ധിച്ചു. ഇക്ക, വേണ്ട, ഉമ്മയോട് അങ്ങനെ പറയണ്ട, നമ്മളെ ഉമ്മയല്ലേ. എന്നാൽ ഐഷുമ്മക്ക് ആകെപ്പാടെ ബേജാറായി. എൻ്റെ റബ്ബേ, എന്താ ഞാൻ ചെയ്യാൻ എനിക്കറിയില്ല. ഉമ്മ, ദയവായി എൻ്റെ മേത്തുനിന്ന് ഒഴിഞ്ഞ് പോകണം. ഞാൻ പോവാണ് ഗൾഫിലേക്ക്. ഇവിടെ നിന്നോട്ടെ എല്ലാവരും. ഫസീല് മക്കൾ അവിടെ നിന്നോട്ടെ, ഓൾ അവിടെ നിന്നോട്ടെ, ആരും വേണ്ട എനിക്ക്. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഒറ്റയ്ക്കുള്ള ജീവിതം മതി, മടുത്തു, ഇനി കഴിയൂല. മോനെ, എന്തൊക്കെ ഈ പറയണത്? ഓലൊക്കെ ഉംറക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കല്ലേ? ആ, ഉംറക്ക് പോയിക്കോട്ടെ, എല്ലാവരും പോയിക്കോട്ടെ. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്കും പോകണം. ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. ആ, ഇപ്പം ഏതായാലും മക്കളൊക്കെ അവരുടെ തള്ളാരടുത്ത് എത്തിയില്ലേ, സമാധാനക്കേടില്ലല്ലോ എനിക്ക്. ഞാൻ ഇനി ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ചോളാം. മറ്റേ കൈയണില്ല എനിക്കിത്. എല്ലാം കൂടി എൻ്റെ തലയിൽ ഇങ്ങോട്ട് കയറിയിട്ട് ഒന്നിങ്ങോട്ട് റെഡിയായി വന്നപ്പോൾ അതങ്ങനെ. എന്താണിത് മോനെ? ഉമ്മ, ഞാൻ പോയിക്കോളമ്മ. ഞാൻ കുറേ കാലം ഇവർക്കൊക്കെ വേണ്ടി ഇവിടെ ജീവിച്ചേക്കണ്. മറ്റവൾക്ക് വേണ്ടി കുറേ ഞാൻ ഇടങ്ങാറായിക്കണ്. എൻ്റെ 2 മക്കളെ നോക്കി ഇടങ്ങാറായിക്കണ്. ഇപ്പോൾ ഓളൊന്ന് റെഡിയായപ്പോൾ മറ്റോള് വേണ്ടില്ലായിരുന്നു, വേണ്ടാത്ത പണിയാണ് എടുത്തത്. അപ്പോത്തിന് ഗർഭിണിയായും ചെയ്തു. അതൊക്കെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതിയായിരുന്നു ഉള്ളതിനനുസരിച്ച്. എന്നാൽ ഈ ടെൻഷൻ ആവില്ലായിരുന്നു. ഇതിപ്പോൾ ആകെപ്പാട് എൻ്റെ തലയിൽ
നവാസ് ഉമ്മയുടെ മുമ്പിൽ കരഞ്ഞുപോയി. മോനെ നവാസേ, സാരല്ല ഉമ്മ, എന്തിനാ ഉമ്മ ഇത്ര അധികം എന്നെ ശിക്ഷിക്കണം? എല്ലാവരും കണ്ണി കണ്ട ആളുകളുടെ കൂടെ ഹോസ്പിറ്റലിലും അവിടേക്കും ഇവിടേക്കും ഞാൻ ഒരു പ്രാവശ്യം ന്യൂസ് കേട്ടതാണ്, അത് അവിടെ കയറി ഇറങ്ങുന്നുണ്ടെന്ന്. ഇപ്പതാ നേരിട്ട് കണ്ടവർ ഫോട്ടോ അടക്കം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്തിനാ ഉമ്മ? ഒന്നുമില്ലെങ്കിൽ ഞാൻ നിക്കാഹ് ചെയ്ത പെണ്ണല്ലേ, എന്നോടൊരു വാക്ക് ഓൾക്ക് ചോദിച്ചൂടെ ഞാനിങ്ങനെ പോകട്ടെ എന്ന്? ഓള് ചോദിച്ചില്ലല്ലോ. മോനെ, അതൊക്കെ ഓൾ ഉമ്മാൻ്റെ പണിയായിരിക്കും. ഉമ്മാൻ്റെ പണിയായാലും എന്താ ഓളത്ത് ഫോണില്ലേ? ഒന്ന് വിളിച്ചൂടല്ലേ? മെസ്സേജ് അയച്ചിട്ടൊന്ന് ചോദിച്ചു. നീ എന്നെ വിളിച്ചാൽ എടുക്കുമോ? വിളിച്ചാൽ എടുക്കുമല്ലേ? അല്ല, ഒരു മെസ്സേജ് അയച്ചൂടെ? ഇങ്ങനെ ഞാൻ ഇന്ന ആളെ കൂടെ പോകുന്നുണ്ടെന്ന് ചോദിച്ചോള്. ഇല്ലല്ലോ. ശരിക്കും നവാസ് വികാരഭരിതനായി. ഐഷമ്മ ആകെ ബേജാറായിപ്പോയി. എൻ്റെ റബ്ബേ ഉമ്മ, ഞാൻ പോവാണ്, ഞാൻ ഇവിടെ നിൽക്കണില്ല, എനിക്ക് നിൽക്കാൻ കഴിയണില്ല. ഒരു കാലത്ത് മനസ്സ് ഇടങ്ങാറായി ഞാൻ അന്ന് എല്ലാവരിനോട് ചോദിക്കായിരുന്നു, എവിടെ നവാസ് എൻ്റെ പെണ്ണുങ്ങൾ ആരെ കൂടെ പോയത്, ആരെ കൂടെ ജീവിക്കണേ, എവിടെ നവാസ്? അന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അതൊക്കെ ക്ഷമിച്ച് ഓളെ ഏറ്റെടുത്തത്. അത് എൻ്റെ മക്കളെ വിചാരിച്ചിട്ട്. മക്കളില്ലായിരുന്നുണ്ടെങ്കിൽ ഒരു കുട്ടിനെ ഞാൻ ഏറ്റെടുക്കില്ലായിരുന്നു. ഒറ്റയ്ക്ക് ജീവിക്കണം, അതാ നല്ലത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പെണ്ണും പെടക്കുകയും വേണ്ട. അന്ന് എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഞാൻ സൗദിയെ കല്യാണം കഴിച്ച്. ഇപ്പോൾ ചെയ്ത പണി കണ്ട. ഒരിക്കലും ഉമ്മ എനിക്കുള്ള മുഖം പോലും ഇനി കാണണ്ട. നവാസ് സങ്കടപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, മോനെ നവാസേ, അവൻ തിരിഞ്ഞു നോക്കി. ഉമ്മ, ഇനി എന്നോട് പറയരുത് അതിനെക്കുറിച്ചൊരു വാക്കും. ഓൾക്കുള്ള ചിലവിനെല്ലാം കൊടുക്കേണ്ടത് അതുകൊണ്ട് അയച്ചു കൊടുക്കുക. പഴയ പോലെ തന്നെ ഓൾക്കുള്ള ആ ഒരു റവന്യൂ ഞാൻ അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുത്തോളാം. ഞാനായിട്ട് അയക്കണില്ല, എനിക്ക് ഓർക്കാൻ കൊടുക്കണില്ല. നവാസേ, നമ്മളെ കുട്ടി എന്ത് കുട്ടി ഉമ്മ? എന്താ നമ്മൾ കണ്ടിട്ടൊന്നുമില്ലല്ലോ കുട്ടിയെ? കുട്ടിയുണ്ട് ശരിയാണ്, പക്ഷേ ഓളും കൂടെ അത് ഓർക്കണ്ടേ? അല്പം പോലും എന്നോടൊരു ദയ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ അത്രക്ക് ഓളെ എങ്ങനെയായിരുന്നു നോക്കിയിരുന്നു ഉമ്മ, എത്ര നോക്കിയിരുന്നു ഓളെ ഞാൻ. കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ അവൾ ഗൾഫിലേക്ക് കൊണ്ടുപോയി. ഓൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ എല്ലാം ചെയ്തു കൊടുത്തിരുന്നു. എൻ്റെ മക്കളോട് നോക്കുന്നുണ്ട് ശരിയാണ്, പക്ഷേ അതിനേക്കാളും ഓൾക്ക് ഞാൻ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓളെ വീട്ടിലേക്കൊക്കെ എത്ര ക്യാഷാണ് അയച്ചു കൊടുത്തത്, അത് എൻ്റെ ഉമ്മ പോലും അറിയാതെ. ആ ഒരു കൊട്ടാരം അവിടെ പൊന്തിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ നല്ല അധ്വാനമുണ്ട്. എൻ്റെ ഒരു ഷോപ്പിന് ഫുൾ ക്യാഷും അങ്ങോട്ടായിരുന്നു പോയിരുന്നത്. അതവൾ അയച്ചു കൊടുക്കും ഉമ്മാക്ക്, ഇതിന് പണിയെടുപ്പിക്കും. അത്രയും വലിയൊരു കൊട്ടാരം പോലത്തെ വീട് അതവിടെ പണി കഴിപ്പിച്ചിക്കണമെങ്കിലേ അതിലും നവാസിൻ്റെ വേർപ്പുണ്ടുമ്മ. പക്ഷെ ഒരു നന്ദി കാണിക്കുന്നില്ലല്ലോ ഓലിപ്പോൾ മറ്റേതോ ചങ്ങായിൻ്റെ കൂടെ നടക്കുകയാണ്. ഇനി മതി, വെറുത്ത് പോയി. ആ കുടുംബത്തിൽ തന്നെ ആ തള്ളയുണ്ടല്ലോ. മോനെ അങ്ങനെയൊന്നും എന്താ ഉമ്മ, എൻ്റെ ഉമ്മാനെ വരെ ചീത്ത പറഞ്ഞ് വിട്ടതല്ലേ, ഇനി ആവൂലമ്മ, എനിക്കിനി കഴിയൂല. ഞാനങ്ങോട്ട് മരിച്ചു പോരെന്ന് ആലോചിച്ചാണ്. എനിക്ക് തോന്നണേ ദുനിയാവിനേക്കാൾ നല്ലത് ആഖിറാണെന്ന്. മരണപ്പെട്ടു പോയാൽ ഇതൊന്നും കാണണ്ടില്ലായിരുന്നു. ഇത് മനസ്സിൻ്റെ വേദന എവിടെ കൊണ്ടുപോയി ഞാൻ ഒടുക്കും. അന്ന് ഒരുപാട് കളിയാക്കലുകളും കുറ്റപ്പെടുത്തലും, അത് ഇവള് പോയെന്ന്. എങ്ങോട്ടാടാ പോയത്? അവൾ ആരെ കൂടെ പോയത്? അന്ന് അവൾക്കും അഹങ്കാരമായിരുന്നു. എന്നാൽ അന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ക്ഷമിച്ചു, ഒന്നും വേണ്ടെന്ന് വിചാരിച്ചു. മക്കളെ ഞാൻ നോക്കിക്കോ. പിന്നെ എല്ലാവരും കൂടി പറഞ്ഞ് സൗദിനെ കല്യാണം കഴിപ്പിച്ചു. ഇപ്പോൾ ഇതാ ഓൾക്കും. മോനെ, അവളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉമ്മ, എന്നാലും അവൾക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചുകൂടായിരുന്നു എന്നെ? ഞാൻ ആദ്യമൊന്നും ഫോൺ എടുത്തിട്ടില്ലായിരുന്നു ശരിയാണ് എന്ന് കരുതി ഈ പോകുന്ന പോക്കിൽ ഞാൻ ബ്ലോക്കാക്കിയിരുന്നില്ലല്ലോ ഓളെ. ഒന്ന് പറഞ്ഞൂടെ, ഇന്ന ആളപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ കാണിക്കാനെന്ന്? ഓനാണെങ്കിൽ തമ്മാടിത്തരത്തിൻ്റെ ആളാണത്രേ. എല്ലായിടത്തും കയറി ഇറങ്ങിക്കൊണ്ട് ഒരാൾ, ഉള്ള കഞ്ചാവും കള്ളും കുടിച്ച് നടക്കുന്ന ആൾ. എന്നിട്ട് ഓൻ്റെ കൂടെ ഓല് പോയത് ഇത് കണ്ടില്ലേ? അവൻ ആ ഫോട്ടോ എടുത്ത് ഫോണിൽ നിന്ന് കാണിച്ചു തന്നു. പഠിച്ചോനെ, ശരിയാണല്ലോ, ഓല് മൂന്നാളും ഒരുമിച്ച് ആ ചെയറിലിരിക്കുന്ന ഫോട്ടോ. മോനെ, അതിനിപ്പോൾ ഓന് വേറെ ബൈക്കിൽ വന്നതാണെങ്കിൽ അതൊന്നും ആയിരിക്കില്ല, ഓന് കണ്ടു മുട്ടിയതാണെങ്കിലോ? എന്നാൽ ഷമ്മാസ് ശബ്ദമായി നിന്നു. അല്ലമ്മ എന്ന് പറഞ്ഞില്ല, കാരണം വെറുതെ വേണ്ട കുടുംബ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. സത്യം എന്താണെന്ന് അറിയില്ലല്ലോ. ഷമ്മാസ് ഒന്നും മിണ്ടാതെ. എന്താടാ ഷമ്മാസേ, നിനക്ക് എന്തത് കണ്ടിട്ട് തോന്നുന്നത്? നിങ്ങളെല്ലാവരും കൂടി എന്നെ പൊട്ടനാക്കുകയാണോ?
ഞാനെന്ത് തിന്ന് ഞാൻ തിന്നുന്ന ചോറ് തന്നെയല്ലേ, നിങ്ങൾ കഴിക്കുന്ന ചോറ് തന്നെ ഞാനും തിന്നത്. എനിക്കുണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനൊക്കെ. ഇത്രമാത്രം എന്നെ ഇടങ്ങാറാക്കാനും ഞാൻ നിങ്ങളോടൊക്കെ എന്താ ചെയ്തത്? അത് നവാസ് വിതുമ്പുന്നുണ്ടായിരുന്നു. ഉമ്മ ഞാൻ പോവാണ്. മോനെ എങ്ങോട്ടാടാ? എങ്ങോട്ടെങ്കിലും ഞാൻ പോയിക്കോളാം. മക്കളൊക്കെ അവരുടെ ഉമ്മമാരുടെ അടുത്തല്ലേ, അവർക്കുള്ള ചിലവിനുള്ള ക്യാഷ് ഞാൻ 2 കൂട്ടർക്കും അയച്ചു കൊടുത്തോളാം. അവളെ പ്രസവത്തിനുള്ളതും ഇവർക്ക് നിനക്ക് ഉള്ളത്. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. എനിക്കാവൂല ഇത് കാണാനും കേൾക്കാനും. ഇത് ഓരോരുത്തരും എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾ അയച്ചു തരും. ഇതൊക്കെ സഹിക്കാനും വേണ്ടുമ്മ. ഒരു മനസ്സിന് ബലം കഴിയാത്തതുകൊണ്ടാണ്. നവാസ് പൊട്ടിക്കരഞ്ഞു. മോനെ, ഐഷുമ്മക്ക് വല്ലാത്ത സങ്കടമായി. ഐഷുമ്മയുടെ മുമ്പിൽ അവനിരുന്ന് പൊട്ടിക്കരഞ്ഞു. നവാസിൻ്റെ മുടിയഴകളിലൂടെ തലോടിക്കൊണ്ട് ഉമ്മ പറഞ്ഞു, ഉമ്മാൻ്റെ കുട്ടി വിഷമിക്കല്ലേ, എന്താ ചെയ്യുക, ജീവിതത്തിൽ ഓരോന്നുണ്ട് വന്ന് പെടന്നെ. എന്നാലിപ്പോൾ ആ സൗദ അങ്ങനെ കാട്ടുമോ? എനിക്ക് തോന്നുന്നില്ല മോനെ. ഉമ്മ ഒന്നും വേണ്ട, ഒരു പരിഗണന. ഞാൻ അവളുടെ ഭർത്താവല്ലേ, അവൾക്ക് വേണ്ടതെല്ലാം ഉമ്മ ഞാൻ അവളുടെ ഇഷ്ടത്തിന്. അവർക്ക് എത്രയാണ് ക്യാഷ് കഴിച്ചൊരു കണക്കില്ല ഉമ്മ. അത് ഞാൻ എൻ്റെ ഉമ്മാനോട് പോലും അത് കറക്റ്റ് പറഞ്ഞിട്ടില്ല. ശരിക്കും നവാസ് കരഞ്ഞു പോവുകയാണ്. സാരല്ല മോനെ, എന്താപ്പം ചെയ്യുക, കിട്ടാളൊക്കെ കിട്ടിയപ്പോൾ ഓൽക്ക് മതിയായേക്കും അന്നെ. അത് ഉമ്മ, അവർക്ക് പണമായിരുന്നതുകൊണ്ട് ആവശ്യം. പണം കിട്ടി വലിയ വീടും കാര്യങ്ങളും. എത്ര ക്യാഷാണ് ഉമ്മ ഞാൻ അയച്ചു കൊടുത്തിരുന്നത്. അതൊക്കെ എൻ്റെ ഷോപ്പിൻ്റെ ലാഭം മുഴുവനും അവർക്കായിരുന്നേ. വേറെ എന്തൊക്കെ റബ്ബറോ കാര്യങ്ങളോ എന്തൊക്കെ വാങ്ങണം, എന്താ കൃഷി സ്ഥലം വാങ്ങണം, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അതൊന്നും എനിക്കറിയില്ല. ഏതായാലും ഞാൻ അകമഴിഞ്ഞ് സഹായിച്ചു. പാവങ്ങളല്ലേ, ബാപ്പല്ലാത്ത മക്കളല്ലേ, ബാപ്പ വേറെ ഉമ്മാൻ്റെ കൂടെ ജീവിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടു. ഞാനും കരുതി ഒരു മക്കൾ പഠനത്തിന് വേണ്ടിയിട്ടും ഇനിയിപ്പോൾ മക്കൾക്കൊക്കെ നല്ല വീട് കാര്യങ്ങളൊക്കെ കുറേ ചെറിയ വീട്ടിൽ ജീവിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് കണ്ടറിഞ്ഞുമ്പോൾ ഞാൻ കൊടുത്തു. സൗദക്ക് വീണ്ടും ഒരുപാട് ആഭരണങ്ങൾ ഞാൻ വാങ്ങിക്കൊടുത്തു. അതെ, അവൾക്ക് ഉമ്മ കൊടുത്തതൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് ഞാൻ അവിടുന്ന് ഗൾഫിൻ്റെ ഒരുപാട് സ്വർണ്ണങ്ങൾ തനി തങ്കം ഓൾക്ക് ഞാൻ വാങ്ങിയിട്ട് കൊടുത്തു. ഓൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം ഓളൊരു രാജകുമാരിയെപ്പോലെ ഞാൻ നോക്കി ഉമ്മ. അവളൊരിക്കലും ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണെന്ന് അറിയരുത്, അല്ലെങ്കിൽ അവൾക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് കരുതിയിട്ട് എങ്ങനെയാണ് ഉമ്മ ഞാൻ അവളെ നോക്കിയത് വേദനിപ്പിക്കാതെ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ മോളെ സ്വഭാവം അങ്ങോട്ട് മാറി തുടങ്ങി. എൻ്റെ മക്കളെ വരെ ഓള് മറ്റൊരു രീതിയിൽ കാണാൻ തുടങ്ങി. എന്താ ഉമ്മ ഞാൻ ചെയ്യുക? ഞാനിവിടുന്ന് പോവാണ്. ഇടക്ക് നിങ്ങൾ ഫസീലാൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിക്കോണ്ടി. എന്തായാലും ഓളമ്മയും ബാപ്പയൊക്കെ അവിടെ എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ഗൾഫിലേക്ക് എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോവാണ്. ഉംറക്ക് എല്ലാവരും കൂടി പോയിക്കോട്ടെ, അവർക്ക് ഗ്രൂപ്പ് വഴിയൊക്കെ പോകാമല്ലോ. മോനെ, എടാ ഉംറ കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ കുട്ടിയാണെങ്കിൽ പോയിക്കോളി. ഇനിയിപ്പോൾ ഏതായാലും എന്താ ഉമ്മ, ഉംറക്ക് പോകാനൊക്കെ എത്ര വലിയ പണിയാണോ? അവരുടെ ഉമ്മയും ഉപ്പയും പിന്നെ അവളുടെ അനിയനുണ്ട്, പിന്നെ അവളുണ്ട് മക്കൾ. എന്താ ഉംറക്ക് പോകാൻ ഇത്ര വലിയ പണിയില്ലല്ലോ. ഗ്രൂപ്പിൽ വേണമെങ്കിൽ പോവാം, ഒറ്റയ്ക്ക് വേണമെങ്കിൽ പോവാം. അവളതൊക്കെ ചെയ്തത് അവൾക്ക് പരിചയമുള്ളതല്ലേ. പിന്നെ ഇപ്പം എന്താ മോനെ, എൻ്റെ കുട്ടി ഇപ്പോൾ ഈ ഒരു സമയത്ത് ഉമ്മ കയ്യിലുമ്മ, ഞാൻ പോവാണ്. ഞാൻ അങ്ങോട്ട് എത്തിക്കൊണ്ട് ഉംറക്ക് വേണമെങ്കിൽ ഓലോട് പോകാൻ പറ. ഞാൻ പെട്ടെന്ന് പോകാൻ എനിക്ക് കഴിയൂലമ്മ. അത് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുകയാണ്. മോനെ, ഈ ആരെ പേടിച്ച? ഒന്നുമില്ലമ്മ, ഒന്നുമല്ല, കഴിയണില്ല, മനസ്സ് നിയന്ത്രിക്കാൻ കഴിയണില്ല. അതുകൊണ്ടാണ്. ഒന്നുമില്ലേ, ഓൾ നിൽക്കാതെ കഴിച്ച ആളല്ലേ ഞാൻ. ഒരു വാക്കിനോട് എനിക്ക് ഓളോട് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഓളെ വീട്ടിലാണല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ നിന്നിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് പോകാൻ തുടങ്ങി ഓൻ്റെ കൂടെ. ആർക്കായാലും ഷാമോറ നിനക്കാണെങ്കിൽ പറ്റൂടാ? നീ കിട്ടിയ നസീബ് മറ്റൊരുത്തൻ്റെ കൂടെ പോകുന്ന നിനക്ക് പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നാൽ ഷമ്മാസ് നിശബ്ദമായി നിൽക്കുകയായിരുന്നു. എന്താ റബ്ബേ ചെയ്യുക? നല്ല രീതിയിലാകാം. ഇനിയിപ്പോൾ സൗദന് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഫസീലത്ത് അവിടെയും ജീവിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ അങ്ങനെ കാട്ടണ്ടില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഉമ്മാനെന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത്. ഒന്നുമില്ല, ഉമ്മാനെ ഞങ്ങൾ അവിടുന്ന് ചീത്ത പറഞ്ഞ് വിട്ടതാണ്, എങ്കിലും കൂടിയിട്ട് അവൾക്കൊന്ന് പറയാമായിരുന്നു. എന്നാൽ ഈ സമയം ഡോക്ടറുടെ പരിശോധനയെല്ലാം കഴിഞ്ഞ് അതാ വീട്ടിലേക്ക് പോവുകയാണ് സത്താറും സൗദയും ഉമ്മയും. സൗദ, എന്താ കുടിക്കാൻ വേണ്ടത് മോൾക്ക്?
സത്താർ സ്നേഹത്തോടെ അത് പറയുന്നു. എന്നാൽ സൗദക്ക് അല്പം ഭയമുണ്ടെങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല. ആ, അവൾക്കൊരു ജ്യൂസ് വാങ്ങിക്കൊടുക്കാം മോനെ. എന്തായാലും ജ്യൂസ് എനിക്കിപ്പോൾ ഒന്നും വേണ്ട. അതെന്താടി, കുടിച്ചോ? അങ്ങനെ ഏതാ ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ ഒരു കൂൾ ബാറിൽ കയറുന്നു. അവർ 3 പേരും ജ്യൂസ് കുടിച്ചു. ജ്യൂസ് കുടിക്കുമ്പോൾ അതാ അവൻ്റെ കണ്ണുകൾ നേരെ സൗദയുടെ മുഖത്തേക്കായിരുന്നു. സൗദ ജ്യൂസ് കുടിക്കുന്നത് അവൻ നോക്കിക്കൊണ്ടിരുന്നു. എടി സൗദ, കുറേ കാലമായി നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. എന്തൊക്കെ തന്നെയായാലും ഇപ്പോഴെങ്കിലും നിനക്കെന്നെ മനസ്സിലായല്ലോ എൻ്റെ പൊന്നു മോളെ. അങ്ങനെ അതാ അവർ ജ്യൂസെല്ലാം കുടിച്ച് നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ സത്താർ ചോദിച്ചു, കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങട്ടെ? ആ, അതും മോനെ കുറച്ച് വാങ്ങിക്കോ. അങ്ങനെ അതും വാങ്ങുന്നു. അങ്ങനെ വീട്ടിലെത്തി സിറ്റ് ഔട്ടിൽ അതാ സത്താർ നല്ല വിശാലമായി ഇരിക്കുന്നു. മോളെ, ഓൻ കുറച്ച് ചായ ഉണ്ടാക്കി കൊടുക്ക്. എന്നാൽ അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഉമ്മ, നിങ്ങൾ എന്തേ പറയണത്? എന്താടി, അന്നെ കൊണ്ട് നടന്ന് ഓനക്കിപ്പോൾ ഒരു ചായനെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ ആവൂലല്ലേ? ഉണ്ടാക്കി കൊടുക്കടി. ഉമ്മയുടെ ആ ഒരു വാക്ക്. അവൾ വേഗം പോയി ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ അവൻ സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് ആഞ്ഞു വലിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിക്കരിയാത്താക്ക് ഇപ്പോഴെങ്കിലും എന്നെ മനസ്സിലായല്ലോ. എന്തായാലും ഓളെ ഞാൻ നോക്കും. എന്നാൽ ചായയുമായി അവൻ്റെ അടുത്തേക്ക് അവൾ ചെന്നു. അപ്പോൾ അവൻ, സൗദ, നിന്റെ ചായക്ക് നല്ല ടേസ്റ്റാ, അവൻ ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പെട്ടെന്ന് അകത്തേക്ക് കയറി. മോളെ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. എന്തുണ്ടെങ്കിലും വിളിച്ചോണ്ടേ, ഞാനില്ലേ ഇവിടെ. നിങ്ങൾ ആരൊക്കെ തന്നെ ഉപേക്ഷിച്ചാലും ഞാനുണ്ട് ഇവിടെ. മനസ്സിലായല്ലോ? ഞാനുണ്ടാവുമ്പോൾ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും വിളിച്ചാലും ഞാൻ ഓടി എത്തിയിരിക്കും. ആ ഉമ്മ, പിന്നെ ഞാനെന്നാ ഇറങ്ങട്ടെ. ഇവിടെ കൂടുതൽ സമയം നിൽക്കാൻ പറ്റൂല. ഇവിടെ പല ആളുകളും CCTV ക്യാമറ ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഞാനിവിടെ എന്താ ചെയ്യണേ എന്താന്നുള്ളത്. എന്തൊക്കെ തന്നെയാലും ഉമ്മ, സൗദയെ എനിക്ക് തന്നെ കെട്ടിച്ചു തരൂലേ? എൻ്റെ പൊന്നാര മോനെ, നിനക്കുള്ളതന്നെയാണ് സൗദ. അല്ലാതെ എന്താ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളുണ്ടായിട്ട്? ഉമ്മ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. മോനെ, ആ ഉമ്മ എന്തുണ്ടെങ്കിലും വിളിച്ചോളി, ഞാൻ വരാം. സത്താർ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നാൽ ഈ സമയം ഉമ്മ സൗദിയോട് പറയുന്നു, സൗദ, കണ്ടില്ലടി, ആണുങ്ങളായാലും അങ്ങനെയാണ്. അല്ലാതെ വിളിക്കാതെയും മിണ്ടാതെയും പൂച്ചാളെ പോലെ ഇരിക്കലല്ല ആണുങ്ങൾ. കണ്ടില്ലേ ആണത്തുള്ള ആൺകുട്ടി? ഉമ്മ, ഒരു ഇതും പറയണ്ട. പിന്നെ അന്നെ കെട്ടിയോനെന്ന് പറഞ്ഞെടുത്തണ്ടല്ലോ, ഓനിപ്പോൾ മറ്റോളപ്പല്ലേ, മറ്റോളെ തിരിച്ചെടുത്തില്ലേ? എന്താണ് എന്തോ ഒരു ഇതായിരുന്നു. ആദ്യം തേനെ മാനേന്ന് വിളിച്ച് നടന്നപ്പോൾ മറ്റോളെ കിട്ടിയപ്പോൾ അന്നെ വേണ്ട. അന്നെ തീരെ മൈൻഡ് ചെയ്യണില്ല. നോക്കുള്ളിൽ എന്ത് കാര്യത്തിലാണ് ഓനെ മനസ്സിൽ വെച്ച് നിൽക്കണേ? അങ്ങോട്ട് ഒഴിവാക്കിക്കൂടെ? അനക്കനാണ്ട് ഫസ്റ്റ് ചെല്ലാലോ. അൻ്റെ എല്ലാ കാര്യം നോക്കാനും ഇവിടെ സത്താറുണ്ട്. ഓനടുത്ത് പൈസയുണ്ട്. പിന്നെ ഇപ്പം എന്ത് കാര്യത്തിനാണ് എന്ന് കരുതി എൻ്റെ പുതിയാപ്പളിൻ്റെ കിട്ടുന്ന പൈസയും മുടക്കാൻ നിൽക്കണ്ട കേട്ടോ. എൻ്റെ ഓല കുട്ടിയാണ് എൻ്റെ വയറ്റിലുള്ളത്. പ്രസവമൊക്കെ അടുക്കുമ്പോഴേ നല്ലോണം വാണ്ടി വരും. അങ്ങനെ നിന്നോ. ഓൻ്റെ പൈസ നമുക്ക് വേണം, അത് മറക്കണ്ട. കൊണ്ടെടുക്കാൻ സത്താറുണ്ടല്ലോ, അത് മതി. എന്നാലും വല്ലാത്തൊരു സാധനം തന്നെ. ഇങ്ങനെ ഉണ്ടാവുമല്ലോ ആൾക്കാർ. സൗദ റൂമിലേക്ക് പോയി വിങ്ങി പൊട്ടിക്കരഞ്ഞു. അല്ലെങ്കിലും നവാസ്ക എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. ഇത്രയൊക്കെയായിട്ടും എന്നെ വന്നു നോക്കിയില്ല, വിളിച്ചതുമില്ല, ഒന്നും ചെയ്തില്ല. അപ്പം ഇത്ര ഉള്ളായിരുന്നു സ്നേഹമൊക്കെ. എന്താന്നില്ലേ, എന്തായാലും വേണ്ടിയില്ല, പൈസ കിട്ടണം, അല്ലാതെ ശരിയാവില്ല. ഏതായാലും ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. ഇനി ഇങ്ങനെയാണ് പോയിക്കോളാം ഞാൻ. പക്ഷേ ഇപ്പോൾ ഫസീലത്തെ തിരിച്ചെടുത്തും ചെയ്തു. റബ്ബേ, ഇനിയിപ്പോൾ എന്നൊന്നും വേണ്ടി വരില്ല. സത്താറിൻ്റെ കൂടെ നല്ലോണം പോവും ജീവിക്കുന്ന തന്നെ വേണം. കാണിച്ചു കൊടുക്കണം, അതാണ് വേണ്ടത്. മനസ്സെടുങ്ങാറാക്കണം. മതി, നവാസ്ഖാൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിലുണ്ടല്ലോ, അത് മതി. മുതൽ കിട്ടാതൊക്കൊന്നുമില്ല. ബാപ്പാൻ്റെ മുതൽ കുട്ടിക്ക് കിട്ടും. അങ്ങനെ വിട്ടാൽ പറ്റൂല. സൗദിയുടെ ചിന്തയും മാറുന്നു. അതെ, സത്താർ അവളെ അത്രയധികം സ്നേഹിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സത്താർ അത് ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഉമ്മ, കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തുണ്ടെങ്കിലും വിളിച്ചോളിട്ടോ, വിളിച്ചാൽ ഓടിയെത്തും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം. സൗദിയെ ഒരിക്കലും ബുദ്ധിമുട്ടാക്കരുത്. അവൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്.
എൻ്റെ പൊന്നാരം ആദ്യം ഞാൻ നിങ്ങളോട് കുറേ ചോദിച്ചതല്ലേ ഓൾ എന്നെ കെട്ടിച്ചു തരുമോ എന്നുള്ളത്. അന്ന് നിങ്ങളാരും സമ്മതിച്ചില്ല. ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ നല്ലോണം കെയർ ചെയ്യും. നിങ്ങൾക്ക് അറിയായിട്ടുണ്ട് അതിനെ പറ്റി. ഏതായാലും പ്രസവം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിയട്ടെ. ഓളെ ഞാൻ നിക്കാഹ് കഴിച്ചുകൊണ്ട് അവൻ പോണേക്ക് പോട്ടെ. എന്തേ മോനെ, ഈ ഒരു സ്നേഹം എനിക്ക് എന്നും ഉണ്ടായാൽ മതി. അല്ലാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരെ കിട്ടിയിട്ടിപ്പോൾ എന്തിനാ? സത്താറിൻ്റെ ആ ഒരു വാക്കിന് മുമ്പിൽ ശരിക്കും കുഞ്ഞിക്കതിയാത്തക്ക് സന്തോഷമായി. കേട്ടില്ലടി ഓൻ പറയണത്? ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നിങ്ങൾ എല്ലാ കാര്യത്തിനും ഞാൻ ഉണ്ടാവുമെന്ന്. എന്നാൽ സൗദിയുടെ മനസ്സിൽ വേറെ പലതുമായിരുന്നു. അത് ഫസീലത്തെ കിട്ടിയത് മുതൽ എന്നെ പറ്റാതായി. ഇപ്പോൾ നവാസ്കക്ക് അതാ ഉണ്ടായത്. എന്താന്നില്ലേ, ആയിക്കോട്ടെ, ഓല് സുഖിച്ച് ജീവിക്കട്ടെ. ഞാനും സത്താറിൻ്റെ കൂടെ ഒന്ന് ജീവിച്ച് കാണിച്ചെടുക്കും. സത്താർ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ വാശിക്ക് വേണ്ടി എനിക്കിപ്പോൾ ഓൻ്റെ കൂടെ ജീവിക്കണമെന്ന് തോന്നണം. ഒന്നുമല്ല, ഞങ്ങൾ ഒരുമിച്ച് പോകുന്നെങ്കിലും കാണണം നവാസ്ക. അങ്ങനെ ഇടങ്ങാറാക്കും ഞാൻ. ഇത്രയും ദിവസമായിട്ട് എൻ്റെ അടുത്തേക്ക് വരികയോ ഒന്നും ചെയ്തില്ലല്ലോ. സൗദിയുടെ മനസ്സും മാറി തുടങ്ങി. കാരണം ഉമ്മ അത്രക്കും പറഞ്ഞ് അവളെ അങ്ങ് പ്രലോഭിപ്പിച്ചു. ഇത്രയും ദിവസമായിട്ട് എന്നൊന്ന് വന്ന് നോക്കി വിളിക്കുക ഒന്നും ചെയ്യാത്ത ആ ഒരു ചെങ്ങായിൻ്റെ പള്ളിയിൽ കഴിയാൻ പോണത്. അതേ ഓനൊക്കെ മറ്റോടത്ത് എത്തിക്കണ്, മറ്റോളൊപ്പം സുഖിക്കാൻ തുടങ്ങിക്കണ്. ഇനി പന്നൊന്നും വേണ്ടി വരില്ല. അതേ പൈസൻ്റെ കാര്യം മറക്കണ്ടിട്ട മോളെ. അത് നല്ല മട്ടത്തിന് ഞാൻ പറഞ്ഞല്ലോ, കേസ് കൊടുത്ത് ഞാൻ വാങ്ങിപ്പിക്കും. അതിൻ്റെ മുമ്പ് എനിക്കും കുട്ടിക്കും ചിലവിന് തരാനുള്ള തരുന്നിട്ടില്ലെങ്കിൽ ബാക്കി ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, വീട് പണി കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായത്. വല്ലാത്തൊരു പുതുമന്നെ. ആ പുതിയ വീട്ടിൽ പാർക്കട്ടെ. പഴയ വീടുണ്ട് ഒഴിവാക്കിയിട്ട് ഇനി കുറഞ്ഞൊരു പണിയും കൂടി ഉണ്ട്. സത്താറിന് ഏൽപ്പിക്കണം. ഇനി പണിക്കാരെ കൊണ്ടുവരാനും ഇതിനൊക്കെ ഓനെല്ലാം ഏറ്റെടുത്തോളും. അതിൻ്റെ പിന്നാലെ നമ്മൾ നോക്കണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇന്ത്യയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും മാർബിളിൻ്റെ പണി അതൊക്കെ കഴിഞ്ഞും വലിയത്. അങ്ങനെ വിട്ടാൽ പറ്റൂല. അനക്കും കുട്ടിക്കും ചിലവിന് തരാൾ നോക്കി വാങ്ങണം, ചോദിച്ച് വാങ്ങണം, അല്ലെങ്കിൽ കേസ് കൊടുക്കുമെന്ന് പറയണം. ഇങ്ങനെയാണ് പോട്ടെ തൽക്കാലം ഇത്. ശരിക്കും അതാ സൗദിയുടെ ഉമ്മയുടെ വാക്കുകൾ കേട്ട് അവൾക്കും തന്നെ ഓരോന്ന് തോന്നി തുടങ്ങി. ഫസീലത്തെ കിട്ടിയപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയും ജീവിച്ചോട്ടെ ഓല്. എനിക്കും കിട്ടാനുള്ള ഇവിടെ കിട്ടണം. എനിക്കും കൂടി അവകാശപ്പെട്ട തന്നെയാണ്. അതെല്ലാം ഫസീലത്താക്ക് മാത്രമല്ലല്ലോ. ഏതായാലും ഗർഭിണിയായത് നന്നായി. കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുട്ടിൻ്റെ അവകാശം പറഞ്ഞ് വാങ്ങാലോ എല്ലാം. സൗദിയുടെ മനസ്സ് മാറിത്തുടങ്ങി എന്നർത്ഥം. കാരണം ഉമ്മ അത്രക്കും അവൾക്ക് ഓതിക്കൊടുക്കുകയാണ്. എന്നാൽ ഈ സമയം ഐഷുമ്മയുടെ മനസ്സിൽ ആകപ്പാടെ ബേജാറാണ്. പടച്ചോനെ, ആ കുട്ടിക്ക് ആ പെണ്ണിനൊന്ന് നല്ല മട്ടത്തിൽ ഇങ്ങോട്ട് പോന്നിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരാൻ പോയിട്ട് പോലും വിട്ടില്ലല്ലോ. ആ കുട്ടി ഓള് വിചാരിച്ചേക്കണ ഇപ്പം എന്തെങ്കിലുമൊക്കെ കാട്ടേനോ. എൻ്റെ മോനെ മാണ്ടേക്കും ഓൾക്ക്. ഏതായാലും ഫസീലാനെ ഏറ്റെടുത്തതും നന്നായി. ഇല്ലെങ്കിൽ ഇപ്പം എൻ്റെ കുട്ടി ഇടങ്ങാറായിരുന്നു. ഓൻ പറഞ്ഞ പോലെ തന്നെ ഓൻ നാട് വിട്ടു പോകണം, ഗൾഫിൽ നിൽക്കുകയാണ്, ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറയണത്. ഏതായാലും റബ്ബെ, കുട്ടികളെ ഓരോ തള്ളാരെടുത്തയക്കണ്. ഈ സൗദൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു സമാധാനമില്ല. എന്നാൽ ഈ സമയം നവാസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. ഷമ്മാസിനോട് ഉമ്മ ചോദിച്ചു, മോനെ, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണടാ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉമ്മ? ഒരിക്കലും നവാസ്കയുടെ മുമ്പിൽ നിന്ന് ഞാൻ അത് പറയാൻ ആഗ്രഹിച്ചതല്ല. കാരണം ഒരു കുടുംബ ബന്ധം ഇല്ലാതാക്കാൻ അത്രക്കും ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വരെ വളരെയധികം സങ്കടപ്പെടുന്ന കാര്യമാണ്. സിംഹാസനം വരെ വിറക്കുന്ന അത്രക്കും തൊലാക്ക് എന്നുള്ള വിഷയം അനുവദിച്ച കാര്യങ്ങളിൽ അള്ളാഹു വെറുത്ത കാര്യമാണ് അത്. പക്ഷെ ഉമ്മ എന്താ ചെയ്യുക? എന്താ എൻ്റെ പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടി എന്തെങ്കിലും കണ്ടോ ഉമ്മ? ഞാൻ നവാസ്കയുടെ മുമ്പിൽ നിന്ന് അതെങ്ങനെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നീട് നവാസ്കനെ ഓപ്പണായി പറഞ്ഞു, ഉമ്മ ഞാനും കണ്ടതാണ് സത്യം. ഒരാളെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ തന്നെ ഒരാളുടെ ഒഴിബ് മറച്ചു വെച്ചാൽ അള്ളാഹു നമ്മുടെ ആരും ഒഴിബ് മറച്ചു വെക്കുന്നതാണല്ലോ. പക്ഷേ ഇതിപ്പോൾ ഞാനിപ്പോൾ നവാസ്കെ വിഷമിപ്പിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ആളെ കിട്ടാത്തതുകൊണ്ട് വിളിച്ചതാണോ? അതൊന്നും എനിക്കറിയില്ല. ശരിക്കും എൻ്റെ ഷോപ്പിന് മുമ്പിൽ ഉമ്മ അവർ കുറച്ച് സമയം വാഹനം നിർത്തിയിട്ട് എന്നെ നോക്കി. എന്തോ ഒരു വാശിക്ക് വേണ്ടി, എന്തോ ഒരു വൈരാഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന പോലെ അങ്ങോട്ട് അവിടെ നിർത്തി. എന്നെ കണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ വണ്ടി എടുത്ത് പോവുകയും ചെയ്തു. ഞാൻ ഫോളോ ചെയ്തു. ശരിയാണ്, അപ്പോൾ ഹോസ്പിറ്റലിലേക്കായിരുന്നു. ഞാൻ ഉമ്മയോടും അത് ആരോടും പറയരുതെന്ന് വിചാരിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാടെ ടെൻഷനായി. ഒന്നുമില്ലെങ്കിൽ നവാസ്ക് എൻ്റെ ജ്യേഷ്ഠനല്ലമ്മ, ആ ഒരു വേദന എനിക്കുണ്ടാവില്ലേ?
അതെ, എൻ്റെ നുസി ഇപ്പോൾ ആരുടെയും കൂടെ പോകുന്നത് നവാസ്ക കാണുമ്പോൾ നവാസ്കാക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? കൂടെപ്പിറപ്പിങ്ങളല്ലേ ഉമ്മ. ഞാനിപ്പോൾ എന്താ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു പോയി. അങ്ങനെ ഉമ്മാൻ്റെ അടുത്തേക്ക് എത്തി. ഏതായാലും നവാസ്കൊക്കെ അപ്പോഴത്തേന് ആരൊക്കെ ഫോട്ടോ ഇട്ട് കൊടുത്ത് അതറിഞ്ഞ് സങ്കടപ്പെട്ട് വന്നിക്കണ്. പാവാണ് ഉമ്മ നവാസ്ക. എല്ലാവരും നല്ല സ്നേഹിച്ചിട്ടുണ്ട്, എല്ലാ ഭാര്യമാരും. പക്ഷേ അവർ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ എല്ലാവരും ചതിച്ചു പോവാണ്. ഇതിപ്പോൾ സൗദ വാശിക്ക് അന്ന് കുറേ പറഞ്ഞതാണ് 2 ആഴ്ച കഴിഞ്ഞിട്ട് പോവാന്ന്. പക്ഷെ പറഞ്ഞത് കേട്ടില്ല. അവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് പോയി. നവാസ്കൊക്കെ വാശിയായി പ്രാവശ്യം. എന്താ ചെയ്യുക മോനെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സാരമില്ല, അള്ളാൻ്റെ വിധി പോലെ വരും. തവക്കൽത്തു അലല്ലാ. ഐഷുമ്മക്ക് നന്നായി ടെൻഷനായിരുന്നു. നവാസിന് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, അല്ല ഇപ്പം എന്താ ചെയ്യുക? ഇവിടെ നിന്ന ഓനക്ക് ഈ ടെൻഷൻ. ഇതിങ്ങനെ കൂട്ടുകാർ ചങ്ങായിമാർ ഓരോ ഫോട്ടോ അയച്ചിട്ടും ഓരോ മെസ്സേജ് അയച്ചിട്ടും ആകുമ്പോൾ ആർക്കായാലും ഇടങ്ങാറുണ്ടാവില്ലേ? പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടീൻ്റെ ഒരു സ്ഥിതി. ഉമ്മഞ്ഞ് വിഷമിക്കണ്ട, ഉമ്മഞ്ഞ് വിഷമിച്ച് പ്രഷറൊന്നും കൂട്ടണ്ട. അതൊക്കെ ശരിയായിക്കോളും ഇൻഷാ അല്ലാ. അതൊക്കെ പാഠം പഠിച്ചോളും. ഫസീലത്തെ പാഠം പഠിച്ച് തിരിച്ചു വന്നില്ലേ, അതുപോലെ സൗദത്തെയും വരാതിരിക്കില്ല. മോനെ, അതിന് നവാസ് പറയണത് ഇനി അങ്ങനത്തെ ഒരു ചിന്ത തന്നെ എനിക്കില്ല എന്നാ. അവളെക്കുറിച്ച് ചിന്തിക്കണ്ട, അങ്ങനത്തെ ഒരു ആളെ എനിക്കില്ല എന്നാണ് ഉമ്മ. അതിപ്പോൾ മക്കളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഇപ്പോൾ നമ്മളെ കുഞ്ഞ് ഓളെ വയറ്റിലുണ്ടല്ലോ, അത് നവാസ്കയുടെ പുത്തൻ വീട് തറവാട്ടിലെ കുഞ്ഞ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാത്ത രീതിയിലാണ്. മോനെ എന്താ ചെയ്യുക? ഓരോ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിക്കഴിഞ്ഞാൽ. അന്ന് നമ്മൾ കൊണ്ടുവരാൻ ചെല്ലായിട്ടില്ലല്ലോ, അന്ന് ആ പമ്പറന്നോളി ഇളകി കൂട്ടിയതൊക്കെ ഞമ്മക്ക് അറിയണമല്ലേ. ഞാനും ഇയ്യല്ലായിരുന്നു പോയിന്നത്. ഉമ്മ ഇനി പോകണ്ട, മതി, മടുത്തു. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങോട്ട് പോയി. അതൊക്കെ ചീത്ത പറഞ്ഞിങ്ങോട്ട് ഇറക്കി വിട്ട് സാധനങ്ങൾ വലിച്ചെറിഞ്ഞിക്കണ്. അങ്ങനത്തെ ഒരിടത്തേക്ക് ഇനിയും നമ്മൾ കാല് പിടിക്കാൻ പോകണ്ടമ്മ. എന്നാൽ ഐഷമ്മയുടെ മനസ്സിൽ ആകപ്പാട് ടെൻഷനായിരുന്നു. മോനെ, നമ്മൾ കുറച്ച് താന്ന് കൊടുത്താലും ഉമ്മ, ഇനി എൻ്റെ ഉമ്മ താവാൻ പാടില്ല, അത്ര താന്നിക്കണ്. മോനെ, താന്നോടത്തല്ലേ വെള്ളം നിൽക്കുള്ളൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മ. ഇനി എൻ്റെ ഉമ്മാനെ ഞാൻ സമ്മതിക്കൂല. അവരെന്തൊക്കെയാണെന്ന് പറഞ്ഞു കൂട്ടിയിരുന്നത്. പിന്നെ അത്രക്കും നമ്മൾ അത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചെറിയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ എത്ര സന്തോഷത്തോടു കൂടി വാങ്ങിക്കൊണ്ടേതിരുന്നു. മോനെ, ഓല സ്വഭാവം കാണിച്ച് എന്ന് കരുതി നമ്മളെ സ്വഭാവം കാണിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. എൻ്റെ ഉമ്മ, നിങ്ങൾ ആരും എന്തൊക്കെ തന്നെ ചീത്ത പറഞ്ഞാൽ എന്തൊക്കെ ആയാലും ഉമ്മാൻ്റെ മനസ്സെന്താ ഇങ്ങനെ? മോനെ, ഇന്ന് കഴിഞ്ഞ് നാളെ ആരൊക്കെ ഉണ്ടാകുക എന്തൊക്കെ ഏതാ പറയാൻ പറ്റൂലല്ലോ. നമ്മളങ്ങനെ തെറ്റി പിരിഞ്ഞ് നിന്നിട്ട് എന്ത് കാര്യമാണ്? അതുകൊണ്ടാണ് മോനെ, എങ്ങനെയെങ്കിലും ഒരുമിപ്പിക്കാൻ പറ്റണമെങ്കിൽ ഒരുമിപ്പിക്കുക. ഓളിവിടെ നിർത്താമെന്നൊക്കെ ഞാൻ വിചാരിച്ചതേനോ. ഇനിയിപ്പോൾ നവാസിന് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓളെ ഞാൻ നോക്കിക്കൊണ്ടെന്നൊക്കെ വിചാരിച്ചേനു. എൻ്റെ നുസിനെ ഞാൻ നോക്കിയില്ലേ, അതിന് മേലുണ്ട പോള്. അതിന് പോലെ അഹങ്കാരം കൂടി ഒരു കാട്ടിക്കൂട്ടി. എൻ്റെ നുസിന്ന് വെച്ചാൽ ഒരു കുട്ടീനെ ഇപ്പം ഓള് പോവുക വരിക വർത്താനം ഒന്നും ഉണ്ടായിട്ടില്ല. അത്രക്കും നല്ല മോളെൻ്റെ നുസി. ഓളെ എനിക്കറിയാം. ഓളെ നോക്കിയത് ഞാനല്ലേ, പിന്നെ ലജ്ജക്ക് ഓളെ കണ്ടുപിടിച്ചതൊക്കെ ഒക്കെ പഠിച്ചവൻ്റെ കൽപ്പന. എന്നാൽ അങ്ങനെ കുറച്ച് അടങ്ങി ഒതുങ്ങിയൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാട്ടേനു. ഇതിപ്പോൾ കണ്ടോലെ കൂടെയൊക്കെ ആശുപത്രിക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഇടങ്ങാറിനാണ്. എന്താപ്പം ചെയ്യുക? ഏതായാലും പഠിച്ചവനെ, ഫസീല തിരിച്ചു വന്നതും വലിയ ഭാഗ്യം. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ നവാസിൻ്റെ മക്കൾ ഓളെടുത്താണെങ്കിലോ, എൻ്റെ റബ്ബേ, എത്ര ആയാലും വാപ്പെട്ടിളാമെന്ന് പറഞ്ഞാൽ എളാമത്തുള്ളവർക്ക് പെറ്റന്മാരത്ര സ്നേഹമൊന്നും ഉണ്ടാവില്ലല്ലോ. പൊന്നു മോനെ, ഇജ്ജ് വായിച്ചോ? എന്തുമ്മ? അല്ലേ, ന്യൂസിൽ കണ്ടില്ല എൻ്റെ പൊന്നാര കുട്ടിയെ. 5 വയസ്സായ കുട്ടിനെയാണ് ഒരു എളാമ ബാപ്പാൻ്റെ 2ാം പെണ്ണുങ്ങൾ പൊള്ളിച്ചിക്കണ്. അപ്പോൾ ഉമ്മ മരിച്ച കുട്ടിയാണ്. അപ്പോൾ 2ാമത് കെട്ടിയതാണ് അതിനെ. എന്നിട്ട് അങ്കനവാടിക്ക് ചെന്നപ്പോൾ ഈ 5 വയസ്സുകാരിക്ക് ഇരിക്കാനേ കഴിയണില്ലല്ലോ. ആകപ്പാടൊരു നീറലും പുകച്ചിലും വേദനയായിട്ട് കുട്ടി ഇരിക്കാൻ പറഞ്ഞിട്ട് കുട്ടി ഇരിക്കണില്ല. ഇരിക്കുമ്പോഴത്തേന് കുട്ടി കരയാണത്രേ. അപ്പോൾ ടീച്ചർ ചോദിച്ചില്ല, എന്താ മോളെ ഇരിക്കാൻ കഴിയണില്ല, എന്ത് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി കണ്ണീരോട് പറഞ്ഞെന്നാണല്ലോ, എന്നെ എളാമ്മ ചട്ടകം പൊള്ളിച്ചു. അപ്പോൾ പൊന്നാരെ, എന്താണ് സംഭവിച്ചത്? അപ്പോൾ തന്നെ അംഗനവാടി ടീച്ചറും കൃത്യമായിട്ട് നോക്കി. അപ്പോൾ ആ കുട്ടി കിടക്കയിൽ മൂത്രം ഒഴിച്ചിരുന്നു. അറിയാതെ ഉറക്കത്തിൽ മൂത്രം ഒഴിച്ചു. അതിൽ ഈ ഒരു തള്ള അടുപ്പിൽ ചട്ടകം പഴുപ്പിച്ച് വെച്ചിട്ട് നേരെ കുട്ടിയുടെ
ജനനേന്ദ്രിയത്തിലേക്ക് കണ്ട് വെച്ചു വന്ന്. ഓ എത്രമാത്രം പൊള്ളിയിട്ടുണ്ടാവും എൻ്റെ റബ്ബേ, 5 വയസ്സുകാരി. എന്നിട്ട് പിന്നെ കേസൊക്കെ എടുത്തേക്കണേ, തള്ളിനെ പോലീസ് കൊണ്ടുപോയതാണ്. ഞാൻ പറയാം, എന്തൊക്കെ തന്നെയായാലും പഠിച്ചോനെ ഈ ഉമ്മാരൊപ്പം തന്നെ കുട്ടികൾ ജീവിക്കട്ടെ. എന്തൊക്കെ തന്നെയായാലും എത്ര ആയാലും റബ്ബേ, ഓലെ മനസ്സ് എപ്പോഴാണ് മാറുക പറയാൻ പറ്റൂല. അതും വലിയ ഭാഗ്യം. സൗദ കുട്ടികളെ കടുപ്പം കാട്ടിൽ ചെറുതായിട്ടൊക്കെ തുടങ്ങിയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ മക്കളെ ഓള് ഇടങ്ങാറാക്കൽ തുടങ്ങിയിരുന്നു എന്നൊക്കെ നവാസ് പറഞ്ഞല്ലോ. ഏതായാലും പഠിച്ചോൻ അപ്പോത്തിന് അവൾക്ക് പെറ്റ തള്ളനെ കിട്ടിയതും വലിയ ഭാഗ്യം. ഉമ്മ അത് ആ മോനെ പാലക്കാടാണ് സംഭവം. അതേ ഉള്ള പത്രത്തിലും ഇതിലൊക്കെ അതാ വന്നിക്കണ വാർത്ത. സത്യം പറഞ്ഞ നവാസിന് അത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമായി. ഉമ്മ പാവല്ലേ, 5 വയസ്സുള്ള ആ കുട്ടി. അതേ മോനെ, ശരിയാണ്, പെറ്റന്മാരൊപ്പം നിൽക്കണേന് ഒക്കൂല മക്കൾ. കാരണം ആ കുട്ടിയെ മോനെ നല്ലോണം പൊള്ളിച്ചിട്ട് അതിൻ്റെ സ്ഥിതി തന്നെ വളരെ മോശം എന്നാണല്ലോ പറഞ്ഞത്. കാരണം അത്രക്കും അടുപ്പിൽ വെച്ച് പഴുപ്പിച്ച ചട്ടകം കൊണ്ട് മൂത്രമൊഴിച്ചിന്, അറിയാതെ ഉറക്കത്തിൽ മൂത്രമൊഴിച്ചിന്. ആ കുട്ടിയെ പൊള്ളിച്ച ആ തള്ളൻ്റെ ഒരു മനസ്സത്തെ ആ ഒരു കസ്വത്തിൽ കൽബ് അല്ലേ. പഠിച്ച റഹ്മാനെ, അള്ളാഹു നീ കാത്ത് രക്ഷിക്കുക റഹ്മാനെ. അങ്ങനത്തെ ഓരോ തള്ളാരെ തൊട്ട് പഠിച്ച റബ്ബേ, ഒരു നിമിഷം ആയുഷ്യം ഓർത്തു പോയി. ഏതായാലും സൗദൻ്റെ അടുത്തുനിന്നും ഓലെ എൻ്റെ നവാസിൻ്റെ മക്കൾ രക്ഷപ്പെട്ടതും വലിയ ഭാഗ്യം. കാരണം ഓളെ തള്ള പറഞ്ഞു കൊടുക്കണതനുസരിച്ചാണ് ഓള് ചെയ്യുള്ളൂ. അള്ളാഹുവേ നീ കാത്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. നവാസ് ഗൾഫിലേക്ക് പോകുമോ? എല്ലാവരെയും ഉപേക്ഷിച്ച് അവൻ്റെ മനസ്സിലെ വേദന തീർക്കാൻ അവനതല്ലാതെ വേറെ വഴിയുണ്ടാകുമോ? സൗദ അതെ സത്താറിൻ്റെ കൂടെ ജീവിതം തുടങ്ങുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ടവരെ, ഈ 5 വയസ്സുകാരിയായ കുട്ടിയെ പൊള്ളിച്ചത് ഇന്ന് കണ്ടൊരു ന്യൂസാണ് കേട്ടോ. അത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. ആദ്യം ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. നമുക്കുണ്ട് റഹ്മാനെ മക്കൾ. ഇന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെ മക്കളെ നോക്കുന്ന ഒരു പക്ഷേ നാളെ മറ്റൊരു പെണ്ണായിരിക്കും. അത് ഏതൊരു നിമിഷത്തിലും അവരുടെ മനസ്സ് മാറിപ്പോകും. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ പിഞ്ചു മക്കൾ അറിയാതെ ബെഡിലൊന്ന് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ അത് ചട്ടകം പഴുപ്പിച്ച് ആ കുട്ടിയുടെ ആ ഒരു ഭാഗത്ത് വെക്കുക എന്നൊക്കെ പറയുമ്പോൾ റഹ്മാനെ എത്രമാത്രം ആ കുട്ടി വേദനിച്ച് പൊള്ളിയിട്ടുണ്ടാവും, പിടിച്ച് വെച്ച് ചെയ്തിട്ടുണ്ടാവും. പൊള്ളി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആ കുട്ടി ഇടങ്ങാറായി വേദനിച്ച് നിന്നപ്പോൾ അംഗനവാടി ടീച്ചർ കണ്ടതുകൊണ്ട് അത് അവർക്കെതിരെ കേസെടുക്കാനായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള ദുരിതങ്ങൾ ചെയ്യുന്ന തള്ളകളെക്കുറിച്ച് കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. ഒരു മക്കളെയും അനാഥമായി പോകുന്ന ഒരവസ്ഥ, അതെ ഉമ്മമാർ പെട്ടെന്ന് മരിച്ചുപോയി മക്കൾ അനാഥമാകുന്ന അവസ്ഥ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മളെ മക്കളെയല്ലേ വിചാരിക്കൽ. അല്ലാഹുവേ കാത്ത് രക്ഷിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ.